നമ്മളോട് ദൈവത്തിന്റെ വചനത്തിൽ നിന്നും ആധികാരികമായി സംസാരിക്കുന്നു. നമ്മുടെ ശ്രദ്ധയിൽ ചോദിക്കും. ദൈവകൃപയാല ഈ പ്രദേശത്ത് കടന്നു വന്ന ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കാൻ ഒരവസരം കൂടെ കർത്താവ് ഒരുക്കിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. എന്തുകൊണ്ടാണ് ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്? വേദപുസ്തകം ഇങ്ങനെ പഠിപ്പിക്കുന്നു, ക്രിസ്തു നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. നമ്മുടെ ചരിത്രത്തില് നാം കേട്ടിട്ടുണ്ടോ, ഒരു മനുഷ്യന് പകരമായിട്ട് എത്രയേറെ സ്നേഹിക്കുന്ന വ്യക്തിയായിരുന്നാലും ആ സ്നേഹിതന് വേണ്ടി മരിച്ച മറ്റൊരു സ്നേഹിതനെ കുറിച്ച് നാം ഇതുവരെ കേട്ടിട്ടില്ല. എന്നാൽ വേദപുസ്തകം പറയുന്നു, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ആ മഹാസ്നേഹത്തെക്കുറിച്ചാണ് ഞങ്ങൾക്ക് ഇവിടെ പ്രസ്താവിക്കുവാനുള്ളത്. നാം കേരളം എന്ന് പറയുന്ന ഈ സംസ്ഥാനത്തെക്കുറിച്ച് വളരെ അഭിമാനത്തോടുകൂടിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്തുകൊണ്ടാണ് ചോദിച്ചാൽ, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുമെന്ന് വിളിച്ചു പറഞ്ഞ ശ്രീനാരായണ ഗുരു ജനിച്ച നാടാണ് നമ്മുടെ കേരളം. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുമെന്നും സംഘടന കൊണ്ട് ശക്തരാകുമെന്നും ഒക്കെ വിളിച്ചു പറഞ്ഞ മഹത് വ്യക്തി, ആയതുപോലെ സഹനത്തിന്റെ ശക്തി കൊണ്ട് രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിയ മഹാത്മാഗാന്ധി, ഇങ്ങനെ അനേക പ്രബുദ്ധരായ പ്രിയപ്പെട്ടവർ പാർത്ത നമ്മുടെ ഈ രാജ്യത്ത് ഇപ്പോൾ നടക്കുന്ന ഈ അരാജകങ്ങളുടെയൊക്കെ കാരണം എന്താണെന്ന് ഒന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? ദൈവത്തിന്റെ വചനമായ സത്യവേദ പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നു, യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവിൻ, ഒന്നിനും ഇണ കണ്ടെത്താതെ ഇരിക്കുകയില്ല. ദൈവത്തിന്റെ വചനമായ സത്യവേദ പുസ്തകം ഒന്ന് ശ്രദ്ധയോടെ ധ്യാനിച്ചു നോക്കുവിൻ. അതിലെഴുതിയിരിക്കുന്ന ഓരോ വാക്യങ്ങളും ഒന്ന് വായിച്ചു നോക്കുവിൻ. ഈ ലോകസ്ഥാപനത്തിന് മുമ്പ് മുതലുള്ള വിഷയങ്ങൾ, ഈ ലോകസ്ഥാപനത്തെക്കുറിച്ചും പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയെക്കുറിച്ചും മനുഷ്യന്റെ സൃഷ്ടിയെക്കുറിച്ചും മനുഷ്യനിൽ പാപം കടന്നുകൂടിയതും പാപിയായ മനുഷ്യന്റെ ജീവിത ശൈലികളും എല്ലാ വിഷയങ്ങളും വളരെ വ്യക്തമായി മനസ്സിലാക്കി തരുന്ന ഒരു പുസ്തകമാണ് സത്യവേദ പുസ്തകം. ഈ സത്യവേദ പുസ്തകത്തിലെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു ദൈവമായിരുന്നവൻ എന്നാണ് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന മൂന്ന് ആളത്വങ്ങളാണ് ഏകദൈവത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ പഠിപ്പിച്ചിരിക്കുന്നത്. ഏകദൈവത്തിന്റെ മൂന്നാളത്വങ്ങൾ. ഇതിൽ രണ്ടാം ആളത്വം എന്ന് പറയുന്ന ക്രിസ്തു ഭൂമിയിൽ മനുഷ്യനായി വന്ന് 33 തിരുവയസ്സ് വരെ മനുഷ്യനെ പോലെ ജീവിച്ച് മനുഷ്യവർഗത്തിന്റെ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഗോൽഗോത്ത, തലയോടിടുമെന്ന് അർത്ഥം വരുന്ന ഗോൽഗോത്ത മലയിൽ
ക്രൂസിൽ മരിക്കുകയും അടക്കപ്പെടുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. എന്തുകൊണ്ടാണ് ഈ യാഥാർത്ഥ്യം വേദപുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത്? ഈ പ്രദേശത്ത് നിന്നുകൊണ്ട് അത് വിളിച്ചു പറയുന്നത് മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിലൂടെ മനുഷ്യവർഗത്തിന് പാപത്തിൽ നിന്നുള്ള മോചനമുണ്ട്. പാപത്തിൽ നിന്ന് മനുഷ്യരെ മോചിപ്പിക്കുവാനാണ് യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്. ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് പറയട്ടെ, വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ചെറിയ സംസ്ഥാനമാണ് ഈ കേരളം എന്ന് പറയുന്നത്. എന്നാൽ ഈ വിദ്യാസമ്പന്നത ഏത് നിലവാരത്തിലേക്കാണ് മനുഷ്യനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്? ദൈനംദിന ജീവിതത്തിൽ ദീർഘയാത്രകൾ നടത്തുന്ന, ട്രെയിനിലൊക്കെ ദീർഘയാത്ര നടത്തുന്ന ആളുകൾക്കറിയാം ഇന്നത്തെ യൗവനക്കാരുടെ പോക്ക് എങ്ങോട്ടാണ് എന്ന്. ഞാൻ മിക്കവാറുമൊക്കെ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഒരു കാലഘട്ടത്തിൽ അപ്പനെന്നും അമ്മയെന്നും അധ്യാപകരെന്നും തന്നെക്കാൾ മൂത്ത സഹോദരന്മാരെ അല്ലെങ്കിൽ ജ്യേഷ്ഠന്മാരെ അല്ലെങ്കിൽ അച്ഛന്മാരെ ഒക്കെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമായിരുന്നു നാം കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്നത്തെ അവസ്ഥ എന്താണ്? വളരെ വിലപിടിപ്പുള്ള മദ്യങ്ങളും മയക്കുമരുന്നുകളും ഒക്കെ ഉപയോഗിച്ച് യൗവനക്കാരായ കുഞ്ഞുങ്ങൾ സുബോധമില്ലാത്ത അവസ്ഥയിൽ തങ്ങളുടെ ചുറ്റും നിൽക്കുന്ന ആളുകളെ പോലും ശ്രദ്ധിക്കാതെ തികച്ചും മ്ലേച്ഛമായ ജീവിതശൈലിയിലൂടെ കടന്നു പോകുന്ന ഒരു സമൂഹം, അതാണ് ഇന്ന് യൗവനക്കാരുടെ ഇടയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? വിദ്യാഭ്യാസത്തോടുള്ള ബന്ധത്തിൽ ഉന്നത വിദ്യാഭ്യാസങ്ങൾ നേടിയ അല്ലെങ്കിൽ നേടിക്കൊണ്ടിരിക്കുന്ന യൗവനക്കാർ ഈ ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? അതിന്റെ കാരണം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ദൈവത്തെ ഭയമില്ലാത്തവനായി ജീവിക്കുന്നു. വേദപുസ്തകം പറയുന്നത് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയും വേണമെന്നാണ്. എന്നാൽ ദൈവത്തെ ഭയമില്ലാതെ ജീവിതം നയിക്കുന്ന ഒരു തലമുറയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. തങ്ങളുടെ കുഞ്ഞുങ്ങൾ ഉന്നത വിദ്യാഭ്യാസം നടത്തി നല്ല ജീവിത ശൈലിയൊക്കെ കാഴ്ചവെക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് ലോൺ എടുത്തും മറ്റു രീതിയിലൊക്കെ കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസത്തിനായിട്ട് അയക്കുന്നത്. എന്നാൽ നാം ദൈനംദിന ജീവിതത്തിൽ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ വളരെ മോശം തന്നെയാണ്. അതിൻ്റെ കാരണം മനുഷ്യനിൽ ദൈവഭയമില്ല. ഈ ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുവാൻ എങ്ങനെ കഴിയും? അതിനുള്ള മാർഗമാണ് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ഒരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുവാൻ, പാപത്തിൻ്റെ വഴിയിൽ നിന്ന് മനുഷ്യനെ നേരായ വഴിയിലേക്ക് നയിക്കുവാൻ ഏക മാർഗമേയുള്ളൂ. അതാണ് യേശുക്രിസ്തുവിന്റെ മാർഗം. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്. ഞങ്ങൾ പ്രസംഗിക്കുന്നത് മതത്തെക്കുറിച്ചല്ല, മനുഷ്യവർഗത്തിന്റെ രക്ഷകനായ ക്രിസ്തുവിനെ കുറിച്ചാണ്. ഈ രക്ഷകനായ ക്രിസ്തു ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് തലയോടിടമെന്നർത്ഥം വരുന്ന ഗോൽഗോഥാ മലയിൽ ക്രൂശിക്കുവാൻ ഏൽപ്പിക്കപ്പെട്ടതുകൊണ്ട് ആ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ആത്മരക്ഷയും പാപത്തിൽ നിന്നുള്ള മോചനവും നേടുവാൻ കഴിയുമെന്ന യാഥാർത്ഥ്യം ജീവിതാനുഭവത്തിലൂടെ രുചിച്ചറിയുവാനായിട്ട് കഴിഞ്ഞു. ഞാൻ ദൈവത്തിൻ്റെ കൃപയാൽ ചിന്തിക്കുകയായിരുന്നു. ഞാനൊരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച വ്യക്തിയല്ല. സത്യവേദ പുസ്തകം എന്താണെന്നോ
അതിലെഴുതിയിരിക്കുന്ന വാക്യങ്ങളെക്കുറിച്ചോ യാതൊരു അറിവുമില്ലാതെ ഈ ലോകത്തിൻ്റെതായ ചിന്തയ്ക്കനുസരിച്ച് ഓടിയ ഒരു മനുഷ്യനാണ്. അതിൻ്റെ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ദൈവവചനത്തെ ചിന്തിക്കുന്നത്. എൻ്റെ കുഞ്ഞുപ്രായത്തിൽ എനിക്ക് സത്യവേദ പുസ്തകത്തെ പറ്റി പഠിക്കുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, അതിലെ യാഥാർത്ഥ്യങ്ങൾ അറിയുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ഞാൻ വളരെ ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. ഏതാണ്ട് ഒരു 30 വയസ്സ് വരെയും മോശമായ ജീവിത ശൈലിയിൽ കൂടെ കടന്നുപോയി. എന്നാൽ ഇപ്പോൾ ആ സ്ഥിതിക്ക് മാറ്റം വന്നു. വേദപുസ്തകം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. ആ പുതിയ സൃഷ്ടിയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ സർവകൃപാലുവായ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. അതുകൊണ്ടാണ് ഇവിടെ നിന്നുകൊണ്ട് ഈ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്. എന്നോടുകൂടെ 2 കൊച്ചു കുട്ടികൾ ഉണ്ട്. അവർ 4ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. എന്നാൽ ആ കുട്ടികൾ ഞങ്ങളോട് കൂടെ നിന്നുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ഞാൻ ചിന്തിച്ചു, എൻ്റെ കുഞ്ഞു പ്രായത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു അവസരം ലഭിച്ചില്ലല്ലോ. എന്നാൽ ഈ അവസരം ലഭിച്ച നാൾ മുതൽ മനുഷ്യനെ നേരായ മാർഗത്തിലേക്ക് നയിക്കുവാൻ ഏകമാർഗം അത് യേശുക്രിസ്തുവിന്റെ മാർഗമാണെന്നുള്ള സത്യം അറിഞ്ഞു. ആയതുകൊണ്ടാണ് ഈ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ, വിവിധ പട്ടണങ്ങളിൽ, വിവിധ ഗ്രാമപ്രദേശങ്ങളിൽ കടന്നുപോയി ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ച് അറിയിക്കുന്നത്. വേദപുസ്തകം പറയുന്നു, മറ്റൊരുത്തനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ ഭൂമിക്ക് മീതെ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. ആയതുകൊണ്ട് യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവായി സ്വീകരിച്ച് യൗവനത്തിൽ നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുവീനെന്നുള്ള തിരുവചന പ്രകാരം യൗവന പ്രായത്തിൽ തന്നെ സൃഷ്ടിതാവായ ദൈവത്തെ അറിഞ്ഞും ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ചും ജീവിക്കുമ്പോൾ തന്നെ നൊന്ത് പ്രസവിച്ച അമ്മയെ കൊല ചെയ്യുവാൻ ഒരു യൗവനക്കാരന് മനസ്സനുവദിക്കത്തില്ല. തന്നെ കാലോ കയ്യോ വളരുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടെ വളർത്തിക്കൊണ്ടുവന്ന തൻ്റെ അപ്പനെ കൊല ചെയ്യുവാൻ മകനെ അനുവദിക്കത്തില്ല. ഇതൊക്കെയും സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? മനുഷ്യനിൽ കുടിയിരിക്കുന്ന പാപ സ്വഭാവം. ഈ മനുഷ്യനിൽ കുടിയിരിക്കുന്ന ഈ പാപ സ്വഭാവത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുവാൻ, മനുഷ്യനെ കൊണ്ട് പാപം ചെയ്യിക്കുന്ന, ദുഷ്ടനെന്ന് വിളിക്കുന്ന, പിശാചെന്ന് വിളിക്കുന്ന, സാത്താനെന്ന് വിളിക്കുന്ന ആ അദൃശ്യ ശക്തിയിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുവാനായി മനുഷ്യനായി വന്ന് മനുഷ്യന് വേണ്ടി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു മാത്രമാണ് അതിനുള്ള ഏകമാർഗം. യേശുക്രിസ്തു വിളിച്ചു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുകയില്ല. ആയതുകൊണ്ട് യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചുകൊണ്ട് പാപത്തിന്റെ വഴിവിട്ട് ദൈവത്തിന്റെ മകനായി മകളായി ക്രിസ്തുവിൽ ജീവിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം നയിക്കുവാൻ പ്രിയ കുഞ്ഞുങ്ങളൊക്കെയും ദൈവം സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഈ സന്ദേശം അറിയിക്കുവാൻ അവസരം നൽകിയ ദൈവദാസന്മാർക്ക് നന്ദി അറിയിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ചാടുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കേൾപ്പിക്കപ്പെട്ട നല്ല